തീപ്പന്തം പോലെ തോന്നി. അടിമുഖത്ത് നോക്കുമ്പോ 74 ലോകങ്ങൾ കാണുന്ന പോലെ തോന്നി. ഇടങ്കയിലും വലങ്കയിലും മുച്ചാൻ ഗുരുടകായി കണ്ടു. പലങ്കയിലും മുടിമുടിനെ പോത്താങ്കുരകായി കണ്ടു. മഞ്ഞപ്പിയുടെ പൂർണ്ണൂരുമാനകായി കണ്ടു. ചെമ്പൻ കണ്ണ ചെറുപോത്തിന്റെ പുറത്തേറിയിരിക്കുന്നു എന്ന വണ്ണം ഓരോരോ മറിമായങ്ങൾ തോന്നുമ്പോ ഏറിയ മക്കളെനിക്ക് പിറന്നതേ ഒരു മകനെ ഞാൻ ഒട്ടും കാണുവാനില്ല എന്നോട് നിന്നത് കണ്ട് കൂലിവാക്ക മക്കളെ കൊണ്ട് കുളികൂടി ദേവാലയം കഴിപ്പിച്ചു. അങ്ങുണ്ട നിലവാതളത്തിൽ കൊണ്ട് വച്ചടച്ചു. കുട്ടിയൊന്നിന് ഒരു കുളം ഇറങ്ങി കുളിച്ചു. 10 കുളം ഇറങ്ങി കുളിച്ചു. 15 ഈറ്റപ്പോലെ വാലാൽ വിള കഴിഞ്ഞ് 20 കഴിഞ്ഞ് 21 നാളുകൾ അങ്ങനെ അരുവെടുക്കുന്ന കാലം. ഞാനവിടെ അങ്ങനെ അപ്പോഴായിരിക്കും 20 കഴിഞ്ഞ് 22 നാൾ അരുവെടുക്കുമ്പോ എന്റെ മക്കളെ നല്ലൊരു ഞാണം 1 കെട്ടി 4 പേരൊന്ന് കൂട്ടി വിളിക്കണമെന്ന് വന്ന സ്ത്രീ കൈലാസത്ത് കൊണ്ടുപോകണ്ടേ. ആയതുകൊണ്ട് ഈ കണ്ടുണ്ണി മക്കളെ ഞാൻ എങ്ങനെ കൊണ്ടുപോകും? ഒരു മകനായിരുന്നുവെങ്കിൽ ഒക്കത്തും വെച്ച് കൊണ്ടുപോകാമായിരുന്നു. 2 മക്കളാണെങ്കിൽ 2 ഒക്കത്തും വെച്ച് കൊണ്ടുപോകാമായിരുന്നു. 3 മക്കളാണെങ്കിൽ ഒന്നിനെ നടത്തിച്ച് കൊണ്ടുപോകാമായിരുന്നു. 4 മക്കളാണെങ്കിൽ ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് കൊണ്ടുപോകാമായിരുന്നു. 336 ഓമന മക്കൾ പിറന്നില്ലേ? ഞാൻ ഈ കണ്ടുണ്ണി മക്കളെ എങ്ങനെ കൊണ്ടുപോകും എന്ന വണ്ണം കൊണ്ട് എന്ത് കണ്ടു കൂലിവാക. വെട്ടിയെടുത്തുകൊണ്ട് വന്ന് വലുതായിട്ടൊരു കോരാങ്കോട്ടെ എതിരിക്കും മക്കളെ അധികത്തോടെ കൊണ്ട് ചെന്ന് ആ കോരാങ്കോട്ടിൽ വെള്ളാരെ കണ്ട് പറക്കി ഒതുക്കി ചാരി പാടത്ത് കട്ടറക്കണേ മക്കൾ ഒതുക്കി വെച്ച് ഞെടിക്കിന്റെ തൂപ്പൊടി നൽകുത്തി വലുതായിട്ടൊരു തുമ്മാട് കെട്ടി കൂലിവാക. 336 ഓമന മക്കളുടെ തെറ്റിക്കൊണ്ട് അച്ഛന്റെ സ്ത്രീ കൈലാസം നോക്കി കൊണ്ടു ചെല്ലുന്ന കാലം. അച്ഛൻ വിളിക്കുന്നല്ല നെല്ലിപ്പളങ്കി പേരടുത്ത് വരുമ്പോ 28 കഴിയാത്ത ഓമന മക്കളല്ല നെല്ലിപ്പളങ്കി പേരട്ടിലെടുത്ത് ചാടുന്നു. ഓരോരോ മക്കളായിരിക്കുന്നു. ഓരോരോ പുഴങ്ങടമാരമുള്ള നീന്തിക്കുളി കാണുമ്പോ കൂലിവാക മക്കളെ കൈ കാട്ടി വിളിച്ചു, കൺകാട്ടി വിളിച്ചു, ആട കാട്ടി വിളിച്ചു, ആഭരണം കാട്ടി വിളിച്ചു. അണിമുല 2 കുലുക്കി വിളിക്കുമ്പോ മക്കളെ പറഞ്ഞു, മാതാവ് വെറുതെ നിങ്ങൾ വിളിക്കണ്ട, നിങ്ങൾ വിളിച്ചാൽ ഞങ്ങളോട്ട് കരകയറില്ല. അച്ഛനേത് അമ്മയേത് ആദ്യം ഒന്ന് പറഞ്ഞു കേൾപ്പിക്കണം മക്കളെ. അച്ഛനാണെങ്കിൽ ശ്രീ കൈലാസത്ത് ശ്രീ പരമേശ്വരനാണ്ടാ. വളർത്തമ്മയാണെങ്കിൽ പാർവതി മാതാവ്. പെട്ടെടുത്ത ശ്രീ കൂലിവാകെന്ന ചെറുവെള്ളോത്തി കാട്ടാളത്തെന്ന പെണ്ണുപിങ്ങിടാവൂ ഞാനാണ് മക്കളെ. ആടാവുന്ന മക്കൾ നിങ്ങളാണെന്ന് വന്ന ആടിച്ചിരിക്കണടാ. വെട്ടുനിര വെള്ളാട്ടിലടിക്കണ മക്കൾ നിങ്ങളാണെന്ന് വന്ന വെട്ടുനിര വെള്ളാട്ടിലടിച്ചിരിക്കണ മക്കളെ. വീത് കലശം കഴിക്കേണ്ട മക്കൾ നിങ്ങളാണെന്ന് വന്ന വീത് കലശം കഴിച്ചിരിക്കണ. കളമ്പാട്ട് മുണ്ടിയാമ്പാട്ട് കഴിക്കേണ്ട മക്കൾ നിങ്ങളാണെന്ന് വന്ന കളമ്പാട്ടിലടിച്ചിരിക്കണ മക്കളെ എന്ന വണ്ണം വരളെ പറയുമ്പോ മക്കൾ 2ാം വട്ടം ഒരുവെടുക്കുമ്പോ കൊത്തിയിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങളെ ഇരുമ്പും കയറ്റി വെക്കും വണ്ണം 2ാം വട്ടം കോരാങ്കോട്ടെ നിറവ് ചെയ്ത് 336 ഓമന മക്കളെ എടുത്തേറ്റിക്കൊണ്ട് അച്ഛന്റെ സ്ത്രീ കൈലാസം നോക്കി കൊണ്ടു ചെല്ലുന്ന കാലം. മക്കളായിരിക്കുന്നു. നായാട്ടിനോടൊന്നും ഒരു നേരത്ത് അച്ഛനായിരിക്കുന്നു. തിക്കും നിരക്കും കേട്ടു. കീഴും ഒരു മണ്ഡപത്തിലേക്ക് മറിഞ്ഞു നോക്കുമ്പോ കൂലിവാകനെ കണ്ടു. അരികത്ത് 336 ഓമന മക്കളെ കാണുമ്പോ അച്ഛൻ ഓടിച്ചെന്നു. എന്തിനാണ് കൂലിവാക ഈ കണ്ണുണ്ണി മക്കൾ നീ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അയ്യോ എന്റെ അച്ഛ ശ്രീ പരമേശ്വര, നിങ്ങളിപ്പോ എന്നെ അറിയില്ലല്ലേ? എന്റെ അച്ഛ ശ്രീ പരമേശ്വര, അങ്ങയുടെ ഉണ്ണി മക്കളാണ് 24 മക്കളെ. നല്ലൊരു ഞാനും 1 കെട്ടി 4 പേര് കൂട്ടി വിളിക്കും പരമേശ്വര. മക്കളാണെന്ന് പാർവതി മാതാവാങ്ങാനും പറഞ്ഞു പോയ എനിക്ക് കുറ്റമുണ്ട്. അന്ന് ഇവിടെ പറയുമ്പോ ഒന്നും പറഞ്ഞിട്ട് മതി പോരില്ല മക്കളെ. നല്ലൊരു ഞാനും 1 കെട്ടി 4 പേര് കൂട്ടി വിളിക്കണം. എന്തിനോട്ട് കേൾക്കുമ്പോ തൃച്ചിടാവലച്ചെടുത്ത് ഭൂമി സ്ഥാനത്ത് ഇടിക്കുമ്പോ വലുതായിട്ടൊരു പാറവെള്ളത്തോട്ടം വന്നു ഓർത്തിരുന്നു. എന്റെ കൂടിവാകെ ആ കാണുന്ന പാറവെള്ളത്തോടെ ഓടിച്ചലടി. 1 കെട്ട് പാറവെള്ളത്തണ്ട് 4 കെട്ടിയെടുത്തുകൊണ്ട് വായോ.
എന്നിട്ട് കേൾക്കുമ്പോ കൂലിവാക കാണുന്ന പാറവള്ളിത്തോടെ ഓടിച്ചെന്നു. ഒരു കെട്ട് പാറവള്ളി തണ്ണിനാല ചാമച്ച് മുഴം വച്ച് വെട്ടി എടുത്തുകൊണ്ട് വരുമ്പോ അച്ഛൻ ശ്രീകൈലാസം അടിച്ചു വെച്ചു നിറ ബ്രാഹ്മണികളെ കുളത്തി വെക്കുമ്പോ അച്ഛന്റെ വലം ഭാഗത്ത് ഒരു കെട്ട് പാറവള്ളി തണ്ണിനാല കൊണ്ട് കീഴടക്കി കൂലിവാക. നല്ലൊരു ഞാണമായി കിട്ടി. 335 ഓമന മക്കളെ ഓരോരടങ്ങി പേര് വിളിച്ചു. ആദ്യകുട്ടി, ഓമനകുട്ടി, കരിങ്കുട്ടി, കുഞ്ഞനല്ലൂർ കുട്ടി, തീക്കുട്ടി, പൂക്കുട്ടി, മറിമായൻകുട്ടി, ഓടുകുട്ടി, ചാട്ടുകുട്ടി, പന്തല്ലൂർ കുട്ടി, പറക്കുട്ടി, മഷിക്കുട്ടികളെ വള്ളിക്കുട്ടികളെ വള്ളിച്ചാത്ത, കാരിയാത്ത, മൂക്കാൻ ചാത്ത, ഉമ്മാമൻ ചാത്ത, തീച്ചാത്ത, പൂച്ചാത്ത, മായച്ചാത്ത, മറിമാഹ്യം ചാത്ത, മാരണച്ചാത്ത, മൂക്കാൻ ചാത്ത, കാരിയാത്തായി എന്നൊരു മകന് പേര് വിളിച്ചു. അങ്ങനെ 335 ഓമന മക്കളെ പേര് വിളി കഴിഞ്ഞു. ഒടുക്കിൽ ഒക്കേക്ക് മുടിൽ പറഞ്ഞ മകനെ ഇങ്ങോട്ട് പിടിക്കുമ്പോ മകനകന്ന് മാറുന്നു. മുട്ടും കുത്തി ചമ്മണ വഴിയിട്ടിരുന്നു. ചോര കണ്ണു തുറപ്പിച്ച് അച്ഛനോട് ചോദിച്ചു, നിങ്ങൾ വല്ല ദേവാല പൂജയ്ക്ക് പോകുമ്പോ കെട്ടി തഴുകുന്ന പാൽപശുവിനെ കട്ടകള്ളന്മാര് ഞങ്ങളാണോ? ദേവാലമന്തിങ്ങാനും കട്ടകള്ളന്മാര് ഞങ്ങളാണോ? എന്റെ അച്ചേട്ടന്മാരെ കട്ടകള്ളന്മാരെ പോലെ പേര് വിളിച്ചില്ലേ? ആ വണ്ണം പേര് വിളിക്കുവാൻ ഞാനോട് സമ്മതിക്കില്ല പരമേശ്വര. ചിത്രത്തിരിക്കുന്ന കങ്കമണി, കനകമണി, മുത്തുമണി, രക്തമണി, ഞാണമായി കിട്ടി. എന്റെ അച്ഛന്റെ മായ പേരുന്ന് കൂട്ടി വിളിച്ചില്ലെന്ന് വന്ന ശ്രീകൈലാസം ചുട്ടുപൊട്ടിച്ചല്ലാതെ ഞാനും ഇവിടുന്ന് വഴി പോകില്ല. എന്തിനോട്ട് കേൾക്കും അച്ഛൻ മകനെ വാരെടുത്ത എന്റെ ഓമന മകനെ, നീ വിഷ്ണുവിന്റെ മായത്തി പറഞ്ഞ മകൻ നീയാണെന്ന് ഞാൻ പറഞ്ഞിടാ മകനെ എന്നത് നീട്ടുവിട പറഞ്ഞു. അച്ഛന്റെ മഞ്ഞപ്പിട പൂണിടാ പൊട്ടിച്ചെടുത്തു. ചിത്രമുടിയിരിക്കുന്ന കങ്കമണി, കനകമണി, മുത്തുമണി, രക്തോർത്തുമനോട് ഞാണമായി കെട്ടി അടിമുഖത്തോടെ ഒപ്പം നോക്കി പിടിച്ച് ഇട്ടടിച്ചുകൊണ്ട് ചന്ദനം കൊണ്ട് പൊട്ടുകുത്തി. ഇടഞ്ഞുട്ടിൽ കാരണം വളഞ്ഞുട്ടി വിഷുവിന്റെ മായത്തി പറഞ്ഞ മകനെ ഓമന പൊന്നുണ്ണി വിഷുമായി മായച്ചാത്ത അഴകിയ പേര് വിളിച്ചു പരമേശ്വര.